ചുരത്തിൽ ബൈക്കിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ്. കാട്ടിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ കാട്ടിലേക്ക് കയറണമെങ്കിൽ 10-12 കിലോമീറ്റർ കഴിയണം കാട്ടിലേക്ക് കയറണമെങ്കിൽ കേട്ടോ. നല്ല ഉഗ്രവിഷമുള്ള അണലി വർഗ്ഗത്തിൽപ്പെട്ട ഒരു പാമ്പിനെ കാണാൻ പറ്റിയത്. ഞങ്ങളൊന്ന് അതിലിറങ്ങി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷാക്കി. ഇവിടെ അട്ടപ്പാടിയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നരസിമുക്ക് വ്യൂ പോയിൻ്റ് മിസ്സാക്കരുത്. കൂട്ടുകാരെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ നാഷണൽ പാർക്കായ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലേക്കാണ്. ചുരത്തിൽ ബൈക്കിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ രസം കണ്ടുപിടിച്ചപ്പോൾ ഇന്നത്തെ യാത്രയും ബൈക്കിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പാലക്കാട് ജില്ലയിലെ 2 മെയിൻ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് സൈലൻറ്റ് വാലി, മറ്റേത് നെല്ലിയാമ്പതി. അപ്പോൾ സൈലൻറ്റ് വാലിയിലേക്ക് പോകണമെങ്കിൽ 8 മണിക്ക് തന്നെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് രാവിലെ 6 മണിയോട് കൂടെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ മണ്ണാർക്കാട് വഴിയാണ് യാത്ര. മണ്ണാർക്കാട് മുതൽ ഇതിൻ്റെ അടിവാരം വരെ റോഡ് മോശമായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി. ഇതിലൂടെ പോകുന്നവർ ഇവിടെ നിന്ന് നിർത്തി ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ഒരു പതിവാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു മഞ്ഞും നല്ല തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ മുക്കാലിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിലെത്തി. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നമ്മുടെ ബൈക്കെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് ഇവരുടെ ബസ്സിൽ അതല്ലെങ്കിൽ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോവുക. ഈ ബുക്കിംഗ് ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ നല്ല വലിയൊരു അക്വേറിയൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അതിൽ. 50 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. പക്ഷേ ബസ്സിന് അല്ലെങ്കിൽ ജീപ്പിന് പോകുമ്പോൾ 1600 രൂപയാണ് ഒരു ജീപ്പിനുള്ള ചാർജ്. അത് 5 പേർക്ക് അതിൽ യാത്ര ചെയ്യാം. പിന്നെ 150 രൂപ ഗൈഡിനുള്ള ചാർജും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഇവിടുത്തെ ഒരു കോൺടാക്റ്റ് നമ്പറിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് അവരടുത്ത് ബുക്ക് ചെയ്തിരുന്നു. ആ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ബുക്കിംഗ് ഓഫീസിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരു പുഴയിലേക്കുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഭവാനിപ്പുഴ. ഭവാനിപ്പുഴയുടെ ഒരു ഭാഗം ഇതിലൂടെ ഒഴുകുന്നുണ്ട്. നല്ല തെളിഞ്ഞ തണുത്ത വെള്ളം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബുക്കിംഗ് നമ്പർ. രാവിലെ 8 മണി മുതൽ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങും. 1 മണി വരെ കൊടുക്കുകയുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഈ കണ്ട ബസ്സിലുള്ള യാത്ര. പ്രൈവറ്റ് വണ്ടികളെയൊന്നും അവരങ്ങോട്ട് കടത്തിവിടില്ല. ഒന്നുകിൽ ഇവരുടെ ബസ്സിലോ അതല്ലെങ്കിൽ അവരുടെ ജീപ്പുണ്ട്. ആ ജീപ്പിലാണ് നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് പോവുക. ഇനി ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി പോണത് ഫോറസ്റ്റിന്റെ കോട്ടേഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാട്ടിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ കാട്ടിലേക്ക് കയറണമെങ്കിൽ 10-12 കിലോമീറ്റർ കഴിയണം കാട്ടിലേക്ക് കയറണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവറും അതുപോലെ നമ്മുടെ ഗൈഡും. കുറച്ചു കാലമായി അദ്ദേഹം ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സൈലൻറ്റ് വാലിയുടെ സവിശേഷതകളൊക്കെ അദ്ദേഹം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. യാത്രയിലുടനീളം അദ്ദേഹം ഇവിടുത്തെ മരങ്ങളെ പറ്റിയും അതുപോലെ ഇവിടുത്തെ ജീവിത വൈവിധ്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ അവതരിപ്പിച്ച് തന്നിരുന്നു നമുക്ക്. ഇത് ഇവിടുത്തെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മുത്തശ്ശി പ്ലാവാണ് കേട്ടോ. അതിലുള്ള ചക്കകളൊക്കെ ചെറുതാണെങ്കിലും അത് പഴുക്കുന്ന സമയത്ത് ഇതിലൂടെ ആനകളെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി അവിടുത്തെ ഇതുപോലെയുള്ള ഓരോ പ്രത്യേകതകൾ അദ്ദേഹം നമുക്കെല്ലാവർക്കും വിവരിച്ചു തരും. ഇത് ഈ പോകുന്ന വഴിയിലുള്ള ഒരു സ്റ്റേ ആണ്. കാടിൻ്റെ നടുവിലുള്ള ഒരു ട്രഞ്ചൊക്കെ കുഴിച്ച് ആനകളൊന്നും കയറാതിരിക്കാൻ, ആനകളും അതുപോലെ മറ്റുള്ള വന്യമൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ട്രഞ്ചൊക്കെ കുഴിച്ചിട്ടുണ്ട്. കാടിന് നടുവിൽ നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് വന്യമൃഗങ്ങളൊക്കെ കണ്ട് ഉള്ള ഒരു സ്റ്റേ. നല്ലൊരു സ്റ്റേ ആയിരിക്കും അത് അല്ലേ. ഈ സ്റ്റേക്ക് പിന്നിലായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാണുവാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇദ്ദേഹവും വരുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ അദ്ദേഹം എൻ്റെ പിന്നാലെയുണ്ട്.
അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ദൂരെയാണെങ്കിലും സിംഹവാലൻ കുരങ്ങുകളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൈലൻറ്റ് വാലിയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ അനിമൽ സൈറ്റിംഗ് അല്ല, ഇവിടുത്തെ ഈ കാടിനെയും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ആസ്വദിക്കലാണ്. കാരണം അവിടെ നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വനയാത്രയുടെ ലക്ഷ്യം വന്യമൃഗങ്ങളെ കാണലല്ല, മറിച്ച് പ്രകൃതിയുടെ നൈസർഗിക ഭാവത്തെ കണ്ടെത്തലാണ് എന്ന് അവിടെ നല്ല വെണ്ടക്കക്ഷരത്തിൽ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് ബസ്സിലേക്ക് കയറുമ്പോഴാണ് നല്ല ഉഗ്രവിഷമുള്ള അണലി വർഗ്ഗത്തിൽപ്പെട്ട ഒരു പാമ്പിനെ കാണാൻ പറ്റിയത്. അവിടെ നിന്നും കുറച്ച് ദൂരം വന്ന് വീണ്ടും വണ്ടി നിർത്തി. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ നല്ല വലിയൊരു മലയണ്ണാൻ. ഇതാണ് സൈലൻറ്റ് വാലിയുടെ എൻട്രൻസ് ഗേറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള, ചീവീടുകളുടെ സൗണ്ടില്ലാത്ത, പക്ഷികളുടെ സൗണ്ടില്ലാത്ത നല്ല കാട് മാത്രം ആസ്വദിച്ചുള്ള യാത്ര. ഇവിടെ വന്യമൃഗങ്ങൾ തീരെയില്ലെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇവിടെ ആനയും പുലിയും എന്തിന് കടുവ വരെയുള്ള കാടാണ്. അങ്ങനെ ഞങ്ങൾ സൈലൻറ്റ് വാലിയിലെത്തി. നമ്മുടെ ബസ് അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ വാച്ച് ടവറാണ്. വാച്ച് ടവറിലേക്കുള്ള എൻട്രൻസിൻ്റെ മുന്നിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫലകമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാച്ച് ടവറിലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് ശ്രമകരമാണ്. പിന്നെ നല്ല ഹൈറ്റിലാണ് ഇതുള്ളത്. പിന്നെ ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് മണ്ണാർക്കാട് താലൂക്കിൻ്റെയും അതുപോലെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ താലൂക്കിൻ്റെയും കൂടെ ഇടയിലുള്ളതാണ്. അപ്പോൾ ആ കാണുന്ന മലനിരകളൊക്കെ നിലമ്പൂർ ഭാഗത്താണ്. അതിൻ്റെ ഇടയിൽ ഈ കാണുന്ന ഒരു അരുവി പോലെ തോന്നുന്ന ഇതാണ് നമ്മുടെ പാത്രക്കടവ്, വിശ്വവിഖ്യാതമായ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയൊക്കെ വന്നതായിട്ട് ഓർമ്മ ഉണ്ടാവും. പിന്നീട് അത് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വാച്ച് ടവറിന് കുറച്ച് താഴെയായിട്ട് ഒരു ചെറിയൊരു മ്യൂസിയം ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ചായയും അതുപോലെ ഒരു ഇലയടയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസിൽ തിരിച്ചെത്തി. അവിടെ ഒരു തണ്ണീർ പന്തൽ ടീ ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ചൊരു ചെറിയൊരു, അതായത് 1-2 സ്ത്രീകൾ നടത്തുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല നാടൻ ഭക്ഷണമായിരുന്നു. ചെറിയ മീൻ പൊരിച്ചതും പിന്നെ ചോറും കറികളൊക്കെ ആയിട്ട് പപ്പടമൊക്കെ ആയിട്ട് നല്ല കുഴപ്പമില്ലാത്തൊരു ഊണായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഇനി ഞങ്ങൾ അട്ടപ്പാടിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. അഗളി ഭാഗത്തേക്ക് പോകുമ്പോൾ, സൈലൻറ്റ് വാലിയിൽ നിന്നും അഗളി ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ള ഭവാനിപ്പുഴയിൽ ഒന്ന് ഇറങ്ങി. നല്ലൊരു പാലവും നല്ല തെളിഞ്ഞ തണുത്ത വെള്ളമൊക്കെ കണ്ടപ്പോൾ
ഞങ്ങളൊന്ന് അതിലിറങ്ങി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷാക്കി. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കാഴ്ചകൾ കാണാനായിട്ട്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പിന്നെ അടിഭാഗം കാണുന്ന നല്ല തെളിഞ്ഞ വെള്ളം, അതുപോലെ മലനിരകൾ, ചെറിയ രീതിയിലുള്ള മഞ്ഞ്, അങ്ങനെ കുറച്ച് സമയം അവിടെ നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. നരസിമുക്ക് വ്യൂ പോയിന്റിലേക്കാണ് ഇനി പോകുന്നത്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇത്രയും വലിയ വിൻഡ് മില്ലുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല കാറ്റുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വിൻഡ് മില്ലൊക്കെ അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതാണ് നരസിമുക്ക് വ്യൂ പോയിൻ്റ്. നല്ല ഭംഗിയുള്ള, ഒരു രക്ഷയില്ലാത്ത നല്ല വ്യൂ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇവിടെ. അട്ടപ്പാടിയിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നരസിമുക്ക് വ്യൂ പോയിൻ്റ് മിസ്സാക്കരുത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.